നമസ്കാരം. 2 ദശകത്തോളമായി ഭാരതത്തെ വികസനത്തിന്റെ കൊടുമുടിയിൽ വാനോളം കൈപ്പിടിച്ചുയർത്തിയ ചായക്കടക്കാരനെ ഓർമ്മയുണ്ടോ? അയാളിതാ ഭാരതത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് തന്റെ മൂന്നാം ചുവടുവയ്പിലേക്ക് കടക്കുകയാണ്. ഈ ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുമ്പോൾ ചായക്കടക്കാരൻ എന്ന് വിളിച്ച് അവഹേളിച്ചവർക്കുള്ള മറുപടി ഇവിടെ വീണ്ടും വീണ്ടും കുറയ്ക്കപ്പെടും. ഓർമ്മയുണ്ടോ ആ പ്രസ്താവന? ചായക്കടക്കാരന്റെ മകൻ വേണമെങ്കിൽ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ വന്ന് ചായ അടിച്ചു വിൽക്കട്ടെ. അതാണ് അയാളുടെ യോഗ്യത. 70 കൊല്ലത്തോളം അനവധി തവണ ഭാരതം ഭരിച്ച പാർട്ടിയുടെ മന്ത്രിയായി സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തയാളാണ് ഇത്തരം താണ പ്രസ്താവന ഉന്നയിച്ചത്. അതാണ് നമ്മൾ ആദ്യം ഓർക്കേണ്ടത്. അവരുടെ നിലവാരം ഓർത്ത് അത്ഭുതപ്പെടാൻ ഒന്നുമില്ലെങ്കിലും ഒരു പൊതുവേദിയിൽ വെച്ച് ഇങ്ങനെ പറയാനും വേണം ലേശം നാണം, അല്ലെ? പാർട്ടി നേതാവ് സോണിയാഗാന്ധിയുടെ കയ്യടി കിട്ടാൻ വേണ്ടി കോൺഗ്രസുകാർ മത്സരിച്ച് നടത്തിയ രാഷ്ട്രീയ എതിരാളികളുടെ വ്യക്തിഹത്യകളുടെ പട്ടികയിൽ മണിശങ്കർ അയ്യർ തുന്നിച്ചേർത്ത അയാളുടെ പ്രസ്താവനയാണിത്. പക്ഷേ ആ ചായക്കടക്കാരന്റെ മകൻ അവരെ ഒരു ചായപാത്രവും എടുത്ത് രാജ്യം മുഴുവൻ ചായക്കുമേൽ ചർച്ചകൾ നടത്തി അയാളുടെ സംഘടനയും പാർട്ടിയും ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വിശദീകരിച്ച് ഈ രാജ്യത്ത് നടക്കുന്ന കൊടും അഴിമതികളും കുടുംബാധിപത്യവും വികസന മുരടിപ്പും ചർച്ചയാക്കി ജനങ്ങൾ അദ്ദേഹം പറയുന്നത് ശ്രദ്ധയോടെ കേട്ടു. വാക്കും പ്രവൃത്തിയും യോജിപ്പിക്കാൻ യോഗ്യനാണെന്ന് ധരിച്ചു. രാജ്യം മുഴുവൻ അദ്ദേഹം യാത്ര ചെയ്തു. അദ്ദേഹത്തിന്റെ പിന്നിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയുടെ പെരുമ്പട അണിനിരന്നു. പടയെ നയിക്കാൻ പ്രമുഖരായ സേനാ നായകരും വന്നു. അങ്ങ് ഗുജറാത്തിലെ ശ്രീ സോമനാഥിലെ മണ്ണിൽ നിന്ന് കർമ്മസന്യാസിയായ ആ മുൻ RSS പ്രവർത്തകൻ ഭാരതം മുഴുവൻ യാത്ര ചെയ്തു. അവസാനം കാശിനാഥന്റെ മണ്ണിലെത്തി. ഭാരത ദിഗ്വിജയത്തിന് ധ്വജം നാട്ടിക്കൊണ്ട് പാഞ്ചജന്യം മുഴക്കി. അദ്ദേഹത്തിന്റെ പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. പിന്നീട് നടന്നത് ഒരു പോരാട്ടമായിരുന്നു. ഒടുവിൽ വിജയം ധർമ്മത്തിനൊപ്പം നിന്നു. രാജ്യത്തെ വിറ്റുതുലച്ചവർക്ക് ജനാധിപത്യ വിധിയെഴുതി ഒരു ചായക്കടക്കാരന്റെ മകനായ സാധാരണക്കാരനായ ഒരുവനെ കുടുംബ മഹിമയോ അച്ഛന്റെ പേരോ ജാതിയോ മതമോ കണക്കിലെടുക്കാതെ പ്രവർത്തന മികവ് മാത്രം കണക്കിലെടുത്ത് ഭാരതത്തിന്റെ ഭാഗതയും നിർണയിക്കാൻ നേതൃത്വം നൽകി. BJP എന്നെടുത്ത ആ തീരുമാനം എത്ര ശരിയായിരുന്നു എന്ന് ഇന്ന് കണക്കുകൾ നിരത്തി നോക്കിയാൽ മനസ്സിലാകും. ഭരണ മികവിന്റെ റിപ്പോർട്ട് കാർഡ് മുന്നിലേക്ക് വെച്ചാണ് 10 വർഷം കഴിയുമ്പോൾ അദ്ദേഹം ജനങ്ങളെ സമീപിക്കുന്നത്. ചില കണക്കുകൾ മാത്രം പറയാം, കാരണം മുഴുവനായി പറഞ്ഞു തീർക്കാൻ ആവില്ലല്ലോ. ഭാരതം 4 ട്രില്യൺ മൂല്യമുള്ള ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി. ലോകത്തിൽ ഏറ്റവും വേഗം വളരുന്ന സാമ്പത്തിക ശക്തിയായി. ഡിജിറ്റൽ ബാങ്കിംഗ് ഇടപാടുകളിൽ എവിടെയും ഇല്ലാതിരുന്ന ഭാരതം ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടക്കുന്ന രാജ്യമായി മാറി. റെക്കോർഡ് കനത്തിൽ വിദേശ നിക്ഷേപങ്ങൾ വന്നു തുടങ്ങി. വിദേശ കമ്പനികളിലെ ലോകോത്തര സ്ഥാപനങ്ങൾ ഭാരതം തേടി വന്നു തുടങ്ങി. വരാൻ പോകുന്ന ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വരികയാണ്. 3ാം തവണയും മോദി സത്യപ്രതിജ്ഞ ചെയ്ത് പ്രധാന സേവകനാവുമ്പോൾ ഇത്ര നാളും കണ്ട ട്രെയിലർ ആവില്ല, മുഴുനീള സിനിമയായിരിക്കും വരിക എന്ന സൂചന അദ്ദേഹം തന്നെ നൽകി കഴിഞ്ഞു. അതിനായി നമുക്കിനി കാത്തിരിക്കാം.